ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ ഫീ സ്റ്റഡി സെൻറ്റർ. നമ്മൾ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ബോർ അറ്റോമിക് മോഡലും പിന്നെ എലമെൻസിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്, അതെങ്ങനെയാണ് എഴുതുന്നത്, അറ്റോമിക് നമ്പർ ഉണ്ടെങ്കിൽ എങ്ങനെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞാൻ അതിൻ്റെ എൻഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എല്ലാ എലമെൻസിൻ്റെയും പീരിയോഡിക് ടേബിളിലുള്ള ഏതൊരു എലമെൻറ്റിൻ്റെയും അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ രണ്ട് പേർക്ക് അല്ലെങ്കിൽ രണ്ട് എലമെൻറ്റ്സിന് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പഠിച്ച രീതിയിൽ അവർക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റില്ല. അത് ആരൊക്കെയാണ് എന്ന് അടുത്ത ക്ലാസ്സിൽ പഠിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ അത് തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. അതായത് പീരിയോഡിക് ടേബിളിലുള്ള രണ്ട് ആൾക്കാർക്ക് രണ്ട് എലമെൻറ്റ്സിന് ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു അബ്നോർമാലിറ്റി ഉണ്ട്, പെക്യുലാരിറ്റി ഉണ്ട്, പ്രത്യേകതയുണ്ട്. അതെന്താണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്? ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹെഡിങ് എഴുതാം. ദാറ്റ് ഈസ് അബ്നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഞാൻ ഈസി എന്ന് എഴുതുന്നുള്ളൂ. ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഓഫ് ആരൊക്കെയാണ് ആ രണ്ട് ആൾക്കാർ? ദാറ്റ് ഈസ് കോപ്പർ ആൻഡ് ക്രോമിയം. കോപ്പർ ആൻഡ് ക്രോമിയം ഈ രണ്ട് പേർക്കാണ് ഈ പ്രത്യേകതയുള്ളത്. കോപ്പറിനും ക്രോമിയത്തിനും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അബ്നോർമലാണ്, സാധാരണ നമ്മൾ പഠിച്ച രീതിയിലല്ല. അപ്പോൾ അതെന്താണ് അബ്നോർമാലിറ്റി, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്? അപ്പോൾ ആദ്യം നമുക്ക് കോപ്പറിൻ്റെ കേസ് വെച്ച് തന്നെ തുടങ്ങാം. അപ്പോൾ കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 29 ആണ്. എല്ലാവരും ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കുക. കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ 29 ആണ്. അറ്റോമിക് നമ്പർ 29 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോപ്പറിന് 29 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച രീതിയിലുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. സബ്ഷെൽ ഈസി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. ദാറ്റ് ഈസ് എങ്ങനെയായിരിക്കും വരുന്നത്? 1s2 2s2 2p6 3s2 3p6 4s2 3d9. നമ്മൾ പഠിച്ച രീതി വെച്ചായിരുന്നു എങ്കിൽ ഓരോ ഷെൽസിൻ്റെയും എനർജി ലെവൽ അനുസരിച്ച് നമ്മൾ ഇലക്ട്രോണിന് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത്. ശരിയാണല്ലോ? എല്ലാവരും സംശയമുള്ളവർ ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഒന്ന് എണ്ണി നോക്കിയാൽ മതി. 29 ഇലക്ട്രോൺസ് കറക്റ്റായിട്ടുണ്ട്. ഇങ്ങനെയാണ് കോപ്പറിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരേണ്ടത്. പക്ഷേ ഞാൻ പറയുകയാണ്, ഇത് തെറ്റാണ്. കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ അല്ല. അപ്പോൾ എന്താണ് കോപ്പറിൻ്റെ ആക്ച്വൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് നമുക്ക് നോക്കാം. ആക്ച്വൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ഈക്വൽ ടു, ഞാൻ എഴുതുകയാണ്, എല്ലാവരും എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. 1s2 2s2 2p6 3s2 3p6 4s1 3d10. എന്ത് മാറ്റമാണ് സംഭവിച്ചത് എന്ന് എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എസ്സിൽ 2 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, 4sൽ. ആ 2 ഇലക്ട്രോണിൽ നിന്ന് ഒരാളെ ഞാൻ 3dയിലേക്ക് കൊടുത്തു. ശരിയാണല്ലോ? 4sൽ 2ഉം 3dയിൽ 9ഉം ആയിരുന്നു ഇലക്ട്രോൺസ്. ഞാൻ അവിടെ എന്താ ചെയ്തത്, എന്ത് മാറ്റമാണ് വരുത്തിയത്? 4sൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ 3dയിലേക്ക് കൊടുത്തു. അപ്പോൾ 4sൽ എത്രയായി മാറി? 1ഉം 3dയിൽ 10ഉം ആയിട്ട് മാറി. അപ്പോൾ നിങ്ങളോട് എക്സാമിന് റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഈ ആക്ച്വൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്, മറ്റേതല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് കോപ്പറിൻ്റെ അബ്നോർമാലിറ്റി. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു ഇലക്ട്രോണിനെ നമ്മൾ എസ്സിൽ നിന്ന് ഡിയിലേക്ക് കൊടുക്കുമ്പോൾ ഡിയിൽ എത്ര ഇലക്ട്രോൺസ് ആയി? ഇപ്പോൾ 10 ഇലക്ട്രോൺസ് ആയി അല്ലേ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് D10 കോൺഫിഗറേഷൻ. എന്താണ് D10 കോൺഫിഗറേഷൻ? ഈ D10 കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൻ്റെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 10.
അപ്പോൾ ഡിയിൽ ഒരു ഇലക്ട്രോൺ നമ്മൾ ഇപ്പുറത്തുനിന്ന് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഡി എന്താകും? ഫുള്ളി ഫിൽഡ് സ്റ്റേറ്റിലെത്തും. ശരിയല്ലേ? ഫുള്ളി ഫിൽഡായി, എല്ലാ പ്ലേസും ഫില്ലായി, എല്ലാ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്തു എന്നുള്ളൊരു സ്റ്റേറ്റിലെത്തും. ഇനി ഈ ഫുള്ളി ഫിൽഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്ട്രാ സ്റ്റേബിൾ. ഒരിക്കലും മറക്കരുത്, D10 കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് സ്റ്റേറ്റ് ഓഫ് ഡി ഓർ സബ്ഷെൽ ഡി ഓർബിറ്റൽ ഈസ് എക്സ്ട്രാ സ്റ്റേബിൾ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ എസ്സിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഡിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ എന്ത് സ്റ്റേറ്റിലേക്ക് എത്തി? ഫുള്ളി ഫിൽഡ് സ്റ്റേറ്റിലേക്ക് എത്തും. അപ്പോൾ കോപ്പറിന് സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കൂടുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇലക്ട്രോണിനെ ഇപ്പുറത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ എക്സാമിന് എക്സ്പ്ലെയിൻ ദ അബ്നോർമൽ കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ എന്നാണ് പറയുന്നതെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എഴുതണം. ആദ്യം നമ്മൾ നമ്മുടെ തിയററ്റിക്കൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കോൺഫിഗറേഷൻ എഴുതണം. ബട്ട് ദിസ് ഈസ് നോട്ട് കറക്റ്റ് എന്ന് എഴുതിയിട്ട് ആക്ച്വൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. എന്നിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ റീസൺ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ് റീസൺ? 1 electron, by transferring 1 electron from 4s to 3d, the 3d subshell will gain fully filled state. അല്ലേ? ഫുള്ളി ഫിൽഡ് സ്റ്റേറ്റിൽ ഇത് അങ്ങനെ ഫുള്ളി ഫിൽഡ് സ്റ്റേറ്റ് ഈസ് മോർ സ്റ്റേബിൾ. സോ ദിസ് ഈസ് ദ റീസൺ ഫോർ ദ അബ്നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ. അപ്പോൾ കോപ്പറിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതൂ എന്നാണ് എക്സാമിന് ചോദിക്കുന്നത്. ഒരു മാർക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ ആക്ച്വൽ കോൺഫിഗറേഷൻ മാത്രം എഴുതിയാൽ മതി. ഞാനവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട്. അതേസമയം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണ്, ചിലപ്പോൾ 2 മാർക്കോ അല്ലെങ്കിൽ 3 മാർക്കിനോ ചോദിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എഴുതാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് കോപ്പറിൻ്റെ കേസ്. അപ്പോൾ കോപ്പറിൻ്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ക്രോമിയത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. കോപ്പറിനെ ഞാൻ അടിവരയിട്ട് നിർത്തി. ഓക്കെ, ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24 ഇത് നമുക്ക് കോപ്പർ പഠിച്ചതുപോലെ തന്നെ ഇതും പഠിക്കാം. ക്രോമിയത്തിൻ്റെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഒബ്സർവ്ഡ് എന്നല്ല, നമ്മൾ പഠിച്ച രീതിയിലായിരുന്നെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരേണ്ടത്? എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് എഴുതി നോക്കുക. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d4. ഇലക്ട്രോൺസിനെ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 2 + 2 4, 4 + 6 10, 10 + 2 12, 12 + 6 18, 18 + 2 20, 20 + 4 24. 24 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, കറക്റ്റാണ്. പക്ഷേ നേരത്തെ ഞാൻ കോപ്പറിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഞാൻ പറയുന്നു, ക്രോമിയത്തിൻ്റെ യഥാർത്ഥ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇത് അല്ല. അപ്പോൾ എന്താണ് ക്രോമിയത്തിൻ്റെ ആക്ച്വൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? നമുക്കത് എഴുതി നോക്കാം. ആക്ച്വൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 1s2, എല്ലാവരും ശ്രദ്ധിക്കുക, 2s2, 2p6, 3s2, 3p6, 4s1, 3d5. ഇവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം, രണ്ടും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും കാണാൻ സാധിക്കുന്നത്? നേരത്തെ അവിടെ കണ്ടുപിടിച്ചതുപോലെ ഒരു റിലേഷൻ ഇവിടെയും കാണാൻ പറ്റി. എന്താ? 4sൽ 2 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ 3dയിലേക്ക് കൊടുത്തു. ശരിയല്ലേ? അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ 4sലുള്ള ഒരു ഇലക്ട്രോണിനെ 3dയിലേക്ക് കൊടുത്തപ്പോൾ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? 4sൽ 1 ഇലക്ട്രോണായി മാറി, 3dയിൽ 5 ഇലക്ട്രോണായി മാറി. നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. കോപ്പറിൻ്റെ കേസ് പഠിച്ചപ്പോൾ എന്തിനായിരുന്നു 4sൽ നിന്ന് 1 ഇലക്ട്രോണിനെ അപ്പുറത്തേക്ക് കൊടുത്തത്? 1 ഇലക്ട്രോണിനെ ഡിക്ക് കിട്ടുകയാണെങ്കിൽ അത് D10 കോൺഫിഗറേഷൻ ആകും. അത് ഫുള്ളി ഫിൽഡ് സ്റ്റേറ്റാണ്, അത് എക്സ്ട്രാ സ്റ്റേബിളാണ്. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 1 ഇലക്ട്രോണിനെ ഇപ്പുറത്തേക്ക് കൊടുത്താൽ അത് എന്ത് കോൺഫിഗറേഷനായി മാറി? D5 കോൺഫിഗറേഷൻ എന്ന് നമ്മൾ പറയും. ദാറ്റ് ഈസ് കോൾഡ് D5 കോൺഫിഗറേഷൻ. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാവർക്കും ആ ഒരു ലോജിക്ക് പിടിയിട്ട് കാണും. ഡിയിൽ മാക്സിമം ഇലക്ട്രോൺസ് 10 ആണ്. അപ്പോൾ 5 എന്ന് പറയുന്നത് അതിൻ്റെ കറക്റ്റ് പകുതിയാണ് അല്ലേ? അല്ലെങ്കിൽ അപ്പോൾ നമുക്കിതിനെ എന്ത് വിളിക്കാം? ഇറ്റ് ഈസ് കോൾഡ് ഹാഫ് ഫിൽഡ് സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാം. ഹാഫ് ഫിൽഡ് സ്റ്റേറ്റ് ആണ്. ഹാഫ് ഫിൽഡ് സ്റ്റേറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞു ഫുള്ളി ഫിൽഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എക്സ്ട്രാ സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹാഫ് ഫിൽഡ് സ്റ്റേറ്റ് ഈസ് ഓൾസോ എക്സ്ട്രാ
സ്റ്റേബിൾ. ഹാഫ് ഫിൽഡ് സ്റ്റേറ്റും എക്സ്ട്രാ സ്റ്റേബിളാണ്. അപ്പോൾ അങ്ങനെ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുന്നത് കൊണ്ടാണ് എസ്സിലുള്ള 4s ഒരു ഇലക്ട്രോണിനെ നമ്മൾ ഡിയിലേക്ക് കൊടുത്തത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? D5 കോൺഫിഗറേഷനിലെത്തും, എക്സ്ട്രാ സ്റ്റെബിലിറ്റിയും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിളിൽ പഠിച്ച 2 പേർക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ അല്ലേ, കോപ്പറിനും ക്രോമിയത്തിനും. ബാക്കി എല്ലാവരെയും നമ്മൾ പഠിച്ച രീതിയിൽ തന്നെ എഴുതാം. അതുകൊണ്ട് തന്നെ ഈ 2 പേർക്ക് മാത്രം പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ എക്സാമിന് എപ്പോഴും ഇവരുടെ സബ്ഷെൽ, മറ്റുള്ളവരുടെ ഒരു 4 പേരുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറയുമ്പോൾ ഒരാൾ കോപ്പറോ അല്ലെങ്കിൽ ക്രോമിയമോ ആയിരിക്കും. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു റൂൾ ഓർക്കാതെ, കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും ഒരു അബ്നോർമാലിറ്റി ഓർക്കാതെ നമ്മൾ പഠിച്ച രീതിയിൽ തന്നെ എഴുതും. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത്, ക്രോമിയത്തിൻ്റെയോ കോപ്പറിൻ്റെയോ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്ന് മാത്രം പറയുകയാണെങ്കിൽ ഒരു കൺഫ്യൂഷനും വേണ്ട. എഴുതേണ്ടത് ആക്ച്വൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്, അല്ലാതെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ല. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. എക്സ്പ്ലെയിൻ എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാർക്കിൻ്റെ വെയിറ്റേജ് നിങ്ങൾ നോക്കുക. 2 or 3 മാർക്കാണ് വരുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എഴുതുക. നമ്മൾ പഠിച്ചിട്ടുള്ള കോൺഫിഗറേഷൻ എഴുതുക, ഇത് കറക്റ്റ് അല്ല, ഇത് റോങ് ആണ്, ആക്ച്വൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, അതിനുശേഷം റീസൺ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇവിടെ ക്രോമിയത്തിന് എന്താണ് റീസൺ? ബൈ ട്രാൻസ്ഫറിങ് 1 electron ഫ്രം 4s to 3d, the 3d subshell will be partially filled or half filled state, and the half filled state is extra stable. This is the reason for the abnormal electronic configuration of chromium. ഇത്ര എഴുതുകയാണെങ്കിൽ ഫുൾ മാർക്കാണ്, അവിടെ മാർക്ക് കുറയ്ക്കാനായിട്ട് വേറെ ഒരു വകുപ്പുമില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും അബ്നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരു ചെറിയൊരു കാര്യം കൂടി പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് ഹെഡിങ്. ഞാൻ എഴുതുകയാണ്, എല്ലാവരും ഹെഡിങ് എഴുതിയെടുക്കുക. ഐഡൻറ്റിഫൈ the blocks. നമുക്കറിയാം പീരിയോഡിക് ടേബിളിനെ നമ്മൾ 4 ബ്ലോക്കുകളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് 1 and 2 എന്ന് പറയുന്നത് എസ് ബ്ലോക്ക്, ഗ്രൂപ്പ് 3 മുതൽ 12 വരെ ഡി ബ്ലോക്ക്, 13 to 18 പി ബ്ലോക്ക്, ലന്താനോ ആക്ടീനിയോ കഴിഞ്ഞ് വരുന്ന ഒരു എലമെൻറ്റ്. നമ്മൾ പീരിയോഡിക് ടേബിൾ എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ താഴെ 2 റോയിൽ 2 കുറച്ച് എലമെൻറ്റ്സ് ഇട്ടിട്ടുണ്ട്, അവർ എഫ് ബ്ലോക്ക്. അപ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് പ്രോപ്പർട്ടീസ്, ഒരേ പ്രോപ്പർട്ടീസ് വരുന്ന എലമെൻറ്റ്സിനെ എന്ത് ചെയ്യുന്നു? ഒരേ ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പീരിയോഡിക് ടേബിൾ നോക്കിയാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവും. ആ ഓരോ ഗ്രൂപ്പിനെ നമ്മൾ ബ്ലോക്കുകളെന്ന് പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് 4 ബ്ലോക്കുകളാണുള്ളത്. എസ്, പി, ഡി, എഫ്, 4 ബ്ലോക്കുകളുണ്ട്. നമ്മുടെ സബ്ഷെല്ലുമായിട്ട് ഇത് കൺഫ്യൂസ്ഡ് ആവരുത്, ഇത് ബ്ലോക്കുകളാണ്. അപ്പോൾ ഒരു എലമെൻറ്റ് അവൻ്റെ അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ അവൻ ഏത് ബ്ലോക്കിലുള്ള ആളാണ് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. ആദ്യം നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. 11 ഇലക്ട്രോൺസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. എല്ലാവരും എഴുതിക്കുക, എൻ്റെ കൂടെ സ്ക്രീനിൽ നോക്കാതെ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. 1s2, 2s2, 2p6, 3s1. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തത് 3sലാണ്, ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് പറയാം സോഡിയം ഈസ് ആൻ എസ് ബ്ലോക്ക് എലമെൻറ്റ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്, അതെല്ലാവർക്കും അറിയാം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. 1s2, 2s2, 2p2, ശരിയല്ലേ? അപ്പോൾ ഇത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തത് 2pയിലാണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം കാർബൺ എന്ന് പറയുന്ന ആൾ ഒരു പി ബ്ലോക്കിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ബ്ലോക്ക് എലമെൻ്റാണ്. ദെൻ നമ്മൾ ഇന്ന് പഠിച്ച ക്രോമിയത്തിനെ തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. ക്രോമിയം അറ്റോമിക് നമ്പർ 24. ക്രോമിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മൾ ഏതാണ് എഴുതേണ്ടത്? എല്ലാവരും എൻ്റെ കൂടെ എഴുതാം, നമുക്ക് ശരിയാണോ തെറ്റാണോ നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d5.
ക്രോമിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നതാണ്. തെറ്റിച്ച് 4s2 3d4 എന്ന് എഴുതിയവർ ഇപ്പോൾ അവർക്ക് കാര്യം പിടിയിട്ട് കാണും. അപ്പോൾ ഇത് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തിരിക്കുന്നത് 3Dയിലാണ്. ശരിയല്ലേ? 4s ഉണ്ടെങ്കിൽ കൂടി ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് പോയത്? 3Dയിലാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ക്രോമിയം എന്ന് പറയുന്ന ആളൊരു ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ, അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയാമെങ്കിൽ, നമുക്ക് അവൻ ഏത് ബ്ലോക്കിലുള്ള ആളാണ് എന്നുള്ളത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണോ ഫില്ല് ചെയ്യുന്നത് അതായിരിക്കും അവൻ്റെ ബ്ലോക്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള 2 ടോപ്പിക്കാണ് പഠിച്ചത്, എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കുമാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഓരോ ഗ്രൂപ്പ് വൈസ് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്, അങ്ങനെ ഓരോ ഗ്രൂപ്പ് വൈസ് എക്സാമ്പിൾസും പ്രോപ്പർട്ടീസ്, അവരുടെ ഗ്രൂപ്പ് പീരീഡ് കണ്ടുപിടിക്കുന്ന എങ്ങനെ എന്നൊക്കെയുള്ള ഈ ചാപ്റ്ററിൻ്റെ കോറായിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടൻറ്റിലേക്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പോവാം. താങ്ക് യു.